Hi all. So today we are starting a series. പൈജാമ സീരീസ് എന്നാണ് ഞാൻ പേര് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ പേരിന് പകരം വേറെ എന്തെങ്കിലും നെയിം സജഷൻ ഉണ്ടെങ്കിൽ പറയൂ, നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ പൈജാമ സീരീസിൽ നമ്മൾ എന്താ സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ടൈമിലൊക്കെ ആണെങ്കിലും നമുക്ക് എണീക്കുമ്പോൾ അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന ടൈമിൽ നമ്മളുടെ സെയിം ഏജ് ഗ്രൂപ്പിൽ അല്ലെങ്കിൽ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കംഫർട്ടബിൾ സ്പേസിലിരുന്ന് സംസാരിക്കാൻ തോന്നുന്ന കാര്യങ്ങളില്ലേ. ചിലപ്പോൾ ആ ടൈമിൽ കുറച്ച് സോഷ്യലി എല്ലാവരും അറിയുന്ന ഒരു ഇഷ്യൂവിനെ പറ്റിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടോപ്പിക്. ലെറ്റ്സ് സീ വാട്ട് ഈസ് കമ്മിങ് ഇൻ ടു ദ സീരീസ്. സോ ഇന്നത്തെ ഞാൻ ടോപ്പിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഒരു മില്ലനിയൽ കിഡ്സും അതുപോലെ ഈ ജെൻസിയും തമ്മിലുള്ളൊരു കമ്പാരിസൺ, ഓർ ലൈക്ക് ആസ് എ വെരി ലേറ്റ് മില്ലനിയൽ. ഞാനൊരു മില്ലനിയൽ ടൈം പീരീഡിലെ ഏറ്റവും ലാസ്റ്റ് ഇയറിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ എനിക്ക് ജെൻസീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വളരെ മിസ്സിങ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ വാട്ട് ദ benefits that they got which we missed, or like what we have more than what they are getting right now or they didn't get. അപ്പോൾ ഇങ്ങനെ കുറച്ച് പോയിന്റ്സ് നമുക്കൊന്ന് സംസാരിക്കാം. അപ്പോൾ ഈ റീസെൻ്റ്ലി, അതായത് ഇപ്പോൾ ഈ ഒരു പാസ്റ്റ് 1 month ഡൽഹിയിൽ നടന്ന ഇൻസിഡൻറ്റ് നമുക്കെല്ലാം അറിയുന്നതാണ്. ഈ ഒരു പ്രൊട്ടസ്റ്റിനെ പറ്റിയിട്ടും അതേപോലെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ റിസൈൻ ചെയ്യണം എന്ന ഒരു റിക്വയർമെൻറ്റ് വെച്ചിട്ട് അവരിത്രയും നാൾ നടത്തിയ സമരവും, അങ്ങനെ ഒരു ഈ പറഞ്ഞ പോലെ ജെൻസി എന്ന് പറയാൻ പറ്റില്ല, നമ്മളൊരു ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ജോയിൻ ചെയ്ത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഫോം ചെയ്തത്. അപ്പോൾ ഇതിനെല്ലാം റിലേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ജെൻസി കാണിച്ച ഒരു ഗട്ട്സും അവർ എങ്ങനെ ആ ഒരു പ്രൊട്ടസ്റ്റിനെ ലീഡ് ചെയ്തു എന്നുള്ളത് അല്ലേ. അതായത് ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്, ഒരു ദിവസം എത്രയോ ആയിരം കുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്. കുട്ടികൾ മാത്രമല്ല, ബാക്കി ഇപ്പോൾ മുതിർന്നവരും ഈ പറഞ്ഞ മില്ലനിയൽസും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ലാർജ് ഗ്രൂപ്പും ഈ പറഞ്ഞ ജെൻസി തന്നെയായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ ന്യൂസ് ചാനൽസിലും അതുപോലെ തന്നെ ഈവൺ ഇൻ ദ വേൾഡ് വൈഡ് ന്യൂസിലും ഈ യങ്സ്റ്റേഴ്സിനെ ഇത്രയും പ്രേസ് ചെയ്യാനും അതുപോലെ തന്നെ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നോട്ടീസ് ചെയ്തിട്ട് പറയാനൊക്കെ ഉണ്ടായ കാരണം, ഈ ഒരു ഇൻസിഡൻറ്റ് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഈ മില്ലനിയൽ കിഡ്സാണ്, അല്ലെങ്കിൽ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോദ്യ പേപ്പർ ലീക്ക് ആവുക അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ റിലേറ്റഡ് ഇഷ്യൂസൊക്കെ ഇറ്റ്സ് നോട്ട് എ ന്യൂ തിങ്, ഇറ്റ് ഹാപ്പൻ ബിഫോർ ഓൾസോ അല്ലേ. എല്ലാവർക്കും അറിയാം, ഇത് ഈ ഒരു ഗവൺമെൻറ് ഉള്ള സമയത്തല്ല, ഇതിന് മുമ്പത്തെ ഗവൺമെൻറ് ഇരിക്കുമ്പോഴെല്ലാം ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ ഒക്കെ തന്നെയാണ്. ബട്ട് വെദർ വി ഷോഡ് ദീസ് മച്ച് ഗട്ട്സ്, പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഒരു പേപ്പർ ലീക്കേഷൻ്റെ മാത്രം ഇഷ്യൂ അല്ല, മെനി പീപ്പിൾ വെർ frustrated with many other things that this government has done. അതെല്ലാം ഒരു കോഴ്സാണ്. പക്ഷേ ഇത്രയും ഒരു യൂണിറ്റി കാണിക്കാനും ഇത്രയും ഒരു ധൈര്യത്തോടു കൂടി ഈ ഒരു ഇഷ്യൂവിനെ പോയിൻ്റ് ചെയ്ത് മുന്നോട്ട് വന്ന് ഓൾമോസ്റ്റ് 30 days ഈ ഒരു പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം. നോട്ട് ജസ്റ്റ് ദാറ്റ്, അവർ ഓരോ ഇഷ്യൂ വരുമ്പോൾ ഹൗ ദേ ഫേസ് ദാറ്റ്, അതെല്ലാം നമ്മളെ കൊണ്ട് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഒരു 10-15 years ബിഫോർ, നോട്ട് ജസ്റ്റ് ഗോ ടു ദാറ്റ് 15 years ആൻഡ് ഓൾ, ഒരു വിത്തിൻ 10 years ബിഫോർ മില്ലനിയൽസിന് ഫേസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കാര്യം എടുത്ത് പറയാം, അല്ലെങ്കിൽ എന്നെപ്പോലെ ഉള്ള കുറേ കുട്ടികളുടെ ഒരു കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, ഇറ്റ് വുഡിൻറ്റ് ഹാവ് ബീൻ പോസിബിൾ. ഇത്രയും അതായത് അവിടെ വന്നിരിക്കുന്ന കുട്ടികളുടെയൊക്കെ ഏജ് എന്ന് പറയുന്നത്
they will be 18 plus. 18 പ്ലസ് ഒരു 18 to 25 ആ ഒരു ഏജ് ഗ്രൂപ്പിലൊക്കെയുള്ള കുട്ടികളാണ് ഏറ്റവും കൂടുതൽ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ നോട്ട് ജസ്റ്റ് ബോയ്സ്, ഗേൾസും ഒരുപാട് പേരുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അവർ അവിടേക്ക് വരിക, അതായത് പല പാർട്സിൽ നിന്നാണ്, അത് ഇന്ത്യയുടെ പല റീജിയനിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും ദൂരം ബൈ ട്രെയിൻ ഓർ ബൈ ബസ് എങ്ങനെയൊക്കെയോ അവരവിടെ എത്തിപ്പെട്ടു, ബൈ ഫ്ലൈറ്റ്. അപ്പോൾ വീട്ടിൽ നിന്ന് പെർമിഷൻ എടുത്ത് അവിടേക്ക് എത്തുക, അവരുടെ സേഫ്റ്റി അവർ നോക്കുക. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ തിങ്. ദേ ഹാഡ് പുട്ട് ലോട്ട് ഓഫ് കറേജ് ഫോർ ദാറ്റ്. അപ്പോൾ അതിൻ്റെ എല്ലാ റീസൺ എന്തുകൊണ്ടാണ്? കാരണം ഇപ്പോൾ എൻ്റെ ഒരു ജനറേഷനിൽ, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു സെയിം ജനറേഷനിലുള്ളവർക്ക് നോക്കിയാൽ അറിയാം. ഈവൻ ഐ വാസ് ടോക്കിംഗ് ടു മൈ ഫ്രണ്ട് ലാസ്റ്റ് നൈറ്റ് ആൻഡ് ഐ വാസ് ആസ്കിങ് ഹർ, നമ്മളാണ് ആ ഒരു ഏജിലെങ്കിൽ നമ്മളിപ്പോൾ അവിടെ ഉണ്ടായിരുന്നിരിക്കുമോ ഡൽഹിയിൽ നിന്ന്? അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ആ ഒരു ഏജ് ഗ്രൂപ്പ് പോട്ടെ, ഇന്നാണെങ്കിലും എൻ്റെ പാരൻസിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയും അത് ഒട്ടും സേഫല്ല, എത്ര അവേഴ്സ് ഓഫ് ജേണിയാണ് അവിടെ എത്താനായിട്ട്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഈ ലാത്തി ചാർജ് എങ്ങാൻ കിട്ടിയാലോ, ഫുഡൊക്കെ കിട്ടുമോ, സേഫ് ആയിരിക്കുമോ, എങ്ങനെ തിരിച്ചു വരും? ലൈക്ക് ദാറ്റ് ദേ വിൽ ബി ഹാവിങ് ഹൺഡ്രഡ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലേ. 100 ഓഫ് ക്വസ്റ്റ്യൻസിൽ പകുതി കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വീക്കാവാം, നമ്മളിലോട്ടും ആ ഒരു ടെൻഷൻ പാസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പോണ്ട, ശരിയാ, എന്തെങ്കിലും പറ്റിയാലോ. ഇതിനു മുമ്പ് ഞാൻ കേരളത്തിന് പുറത്ത് പോയിട്ടില്ല, അല്ലെങ്കിൽ ഡൽഹി എന്നുള്ളൊരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല, അവിടെ വരുന്ന ആൾക്കാരെങ്ങനെയായിരിക്കും? അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരും. ഈ പറഞ്ഞ പാരൻസിനും വരും. പാരൻസിൻ്റെ ടെൻഷൻ സ്ലോലി നമ്മളിലോട്ടും പാസ് ചെയ്യും. പിന്നെ ആ ഒരു ഫിയർ അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് കുറവ് എന്തായാലും ഉണ്ട്. അത് കാരണം കൊണ്ട് ഈ പറഞ്ഞ പോലെ ഈ ഒരു ഏജിലാണെങ്കിലും അവിടെ പോകുന്നതിന് മുമ്പ് വി വിൽ തിങ്ക് എ ലോട്ട്. അറ്റ്ലീസ്റ്റ് ഒരു 5 days ഇരുന്ന് തിങ്ക് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഇമ്പൾസിൽ നെക്സ്റ്റ് ഡേ പോകുന്ന ആളുകളായിരിക്കും. പക്ഷേ എനിക്കറിയാം ഒരു മോർ ദാൻ ഹാഫ് അല്ലെങ്കിൽ ഒരു 70% ഓഫ് പീപ്പിൾ in my generation won't go. That's for sure. പക്ഷേ ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ള മില്ലനിയൽ നിന്നല്ലാതെ ജെൻസിയിലോട്ട് കടന്നിട്ട് അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഇല്ല. ദേ വിൽ ടേക്ക് ദാറ്റ് ഡിസിഷൻ വെരി ക്വിക്ക്ലി ആൻഡ് ദേ വിൽ ബി മച്ച് മോർ കോൺഫിഡൻറ്റ് ആൻഡ് they will go and fight for that. ഇതെങ്ങനെയാണ് അവർക്ക് പറ്റുന്നത്? അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇത് പറ്റുന്നില്ല? I had this thought from past few days. Even though I'm sitting here very safely in my apartment and I'm sharing the posts which I am seeing relating to this issue and everything, but I haven't shown that guts to leave my house and go there. Or like even if I was of their age and like I was studying, I don't know, ഞാൻ ആ ഒരു ഗട്ട്സ് എടുത്തിട്ട് പോവുമായിരിക്കും എന്ന്. സോ വാട്ട് മെയ്ഡ് ദാറ്റ് ചേഞ്ച്? എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജെൻസി കിഡ്സിൻ്റെ പാരൻസ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും ഈ പറഞ്ഞ പോലെ ഏർലി മില്ലനിയൽസൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ എപ്പോഴും അപ്ബ്രിങ്ങിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? അവരുടെ പാരൻസ് ആണ് അല്ലേ, നമ്മളുടെ ആ ഒരു ഫാമിലി. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഏർലി മില്ലനിയൽസിന് എല്ലാം ഉള്ള ഒരു വേൾഡ് ലെവൽ എക്സ്പോഷറും, പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് കിട്ടാതിരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ കറണ്ട് ഗവൺമെൻറ് വന്നിട്ടുള്ള ഇഷ്യൂസും ഒക്കെ കുറേ വർഷമായിട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ ദ കൈൻഡ് ഓഫ് എനർജി ദാറ്റ് ദേ പാസ് ടു ദിസ് ജെൻസി ജനറേഷൻ ആൻഡ് ദ കറേജ് ദാറ്റ് ദേ ഹാവ് ഗിവൺ ആൻഡ് ദ ഫ്രീഡം ദേ ഹാവ് ഗിവൺ ടു ടേക്ക് ദ ഡിസിഷൻ
and everything that groomed them really well. ഇപ്പോൾ ഇന്നാണെങ്കിലും കുറേ കാര്യങ്ങളിൽ നമ്മൾ വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ജനറേഷനാണ്. ഇപ്പോൾ എൻ്റെ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് വളരെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു ജനറേഷനാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പാരൻസ് നമ്മൾ വളർത്തുന്ന സമയത്ത് ചെറിയ കാര്യങ്ങളിലെല്ലാം കോംപ്രമൈസ് ചെയ്യാൻ പഠിപ്പിച്ച്, സ്കൂളിൽ നിന്നാണെങ്കിലൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാവും, സ്കൂളിലൊക്കെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു അടി കിട്ടുകയാണെങ്കിൽ വീട്ടിൽ വന്ന് രണ്ടാമത്തെ അടി വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതൽ, അല്ലേ? അതുകൊണ്ട് അടി കിട്ടിയത് വീട്ടിൽ പലരും വന്ന് പറയില്ല. കാരണം അപ്പം ഞാൻ എന്തോ തെറ്റ് ചെയ്തു എന്ന് അവർക്ക് മനസ്സിലാവും, അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു അടി വാങ്ങിക്കാൻ നിൽക്കില്ല എന്നുള്ള രീതിക്ക്. അപ്പോൾ അതേപോലെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ജനറേഷനിൽ എന്താ നടന്നതെന്ന് നമുക്കറിയാം. കാരണം ടീച്ചേഴ്സിൻ്റെ അടുത്ത് തള്ളരുത് എന്നുള്ളൊരു റൂളും അങ്ങനെയെല്ലാം ഫോമായ ഒരു പിന്നീടുള്ള കാലഘട്ടമാണ്. പിന്നെ പറഞ്ഞ പോലെ സ്റ്റുഡൻസിൻ്റെ ലൈഫാണെങ്കിലും ഭയങ്കര ബെറ്ററായി. അവർക്കാണെങ്കിലും ഏർലി ആക്സസ് കിട്ടി ഈ ഒരു ലോകത്തിനെ പറ്റിയിട്ടുള്ള അറിവും കാര്യങ്ങളും. ഇപ്പോൾ മില്ലനിയൽസിൻ്റെ ഒക്കെ ഫോൺ കിട്ടിയത്, അല്ലെങ്കിൽ ഇത്രയും ഈസി ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ആക്സസും വേൾഡ് വൈഡ് ന്യൂസും പല ഇൻഫർമേഷൻസും ഒക്കെ കിട്ടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? നമ്മളെല്ലാം 2010 എല്ലാം കഴിഞ്ഞിട്ടാണ് ഇത്രയും ഫോണും കാര്യങ്ങളൊക്കെ. പക്ഷേ അവർക്കതെല്ലാം ഏർലി ആക്സസ് ആണ്. ദാറ്റ് ഈസ് ഹെൽപ്പിംഗ് ദം എ ലോട്ട് ടു ഗെറ്റ് ഇൻഫർമേഷൻ ആൻഡ് learning things so quickly and adapting things so quickly. And I think as I said before, അത് അവരെ വളരെ നന്നായിട്ട് ഗ്രൂം ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് എന്ത് പോയിന്റ് ഇപ്പോൾ പറയുകയാണെങ്കിലും നമ്മൾ അതിനെ പറ്റിയിട്ട് അവർക്കൊരു ഐഡിയ ഉണ്ട്. ദാറ്റ്സ് റിയലി ഗുഡ് തിങ് ദാറ്റ് ഐ എം സീയിങ് ഇൻ ദം. പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയില്ല, നമ്മൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അതായത് ആ ഒരു ജനറേഷനിൽ നിന്ന് എന്തൊക്കെയാണ് ഞാൻ മിസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഈ പറഞ്ഞ പോലെ അവരൊരിക്കലും ഒരു ഗുഡ് ഗേൾ, ഗുഡ് ബോയ് എന്നൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ട് ലൈഫ് കൊണ്ടുപോകുന്നില്ല. അവർക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അതിനു വേണ്ടി അവർ മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ സൊസൈറ്റി എന്നെ പറ്റി എന്ത് തിങ്ക് ചെയ്യും, അല്ലെങ്കിൽ അത് ഇപ്പോൾ അവരെന്തെങ്കിലും എന്നെപ്പറ്റി നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്തോ, അല്ലെങ്കിൽ ആ ഒരു ഗുഡ് ഗേൾ, ഗുഡ് ബോയ് ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു എഫേർട്ടൊന്നും ദേ ആർ നോട്ട് പുട്ടിങ് ദാറ്റ്. ബട്ട് ഫ്രം ദ ചൈൽഡ്ഹുഡ് വി ഹാവ് ഗോട്ട് സംതിങ് ഡിഫറെൻറ്റ്. ഞാൻ ഒരു ബുക്ക് വായിക്കുകയുണ്ടായി ഈ അടുത്ത്. അപ്പോൾ ആ ബുക്കിലാണെങ്കിലും പറഞ്ഞിരിക്കുന്നത് നമ്മളുടെ ഫ്രീഡം എന്താണ്. ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ലൈഫ് നമ്മൾക്ക് വേണ്ട രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഫ്രീഡം. അവിടെ ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് വരും. നമുക്ക് എന്ത് സംസാരിക്കാനായിട്ട് തോന്നുന്നു അത് സംസാരിക്കാൻ പറ്റണം. ഫ്രീഡം ഓഫ് ആക്ഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പലപ്പോഴും നമ്മൾ ആ ഫ്രീഡം യൂസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് പലതും നെഗറ്റീവായിട്ട് ഫീൽ ചെയ്താൽ അത് ഓപ്പൺലി നമ്മളവിടെ ഷെയർ ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? കാരണം ഞാനത് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സർക്കിളിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റിൽ നിൽക്കുന്ന ആൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവരുടെ മൈൻഡിൽ എന്താണ് പോവുക എന്നതിനെ പറ്റി നമ്മൾ തിങ്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ ഉള്ളിലുള്ള പ്രഷർ എന്താണ്? വാട്ട് ദേ തിങ്ക് അബൌട്ട് അസ് എന്നുള്ളതാണ് നമ്മളുടെ പ്രഷർ. ആ വാട്ട് ദേ തിങ്ക് അബൌട്ട് അസ്, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദേ ഹാവ് ടു തിങ്ക് മീ ഇൻ എ സർട്ടൻ വേ. എന്നെ ഒരു നല്ല കുട്ടിയായിട്ട് വേണം അവർ കാണാനായിട്ട്, അല്ലെങ്കിൽ ഞാൻ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് വേണം അവർ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ തന്നെ നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നൊരു ഇമേജ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇത് അല്ലാതെ വേറൊരു രീതിയിൽ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്നെ കുറിച്ച് ഉണ്ടാവേണ്ട ആ ഒരു ഇമേജ് അവിടെ ഞാൻ ബ്രേക്ക് ചെയ്യാണ്. അപ്പോൾ അതെന്താണ്? നമ്മളുടെ ഇമേജിനെ പറ്റിയിട്ട് നമുക്ക് അവിടെ ഒരു പേടി നമ്മൾ ഫോം ചെയ്ത്, ദാറ്റ് ഈസ് ആക്ച്വലി റെസ്ട്രിക്റ്റിംഗ് അസ് ടു ലീവ് ദാറ്റ് ലൈഫ്
വിത്ത് ദാറ്റ് ഫ്രീഡം അല്ലേ? അപ്പോൾ നമ്മളുടെ ഫ്രീഡം നമ്മൾ തന്നെയാണ് അവിടെ കളയുന്നത്. സോ ദാറ്റ്സ് എക്സാക്ട്ലി വാട്ട് ദേ ആർ നോട്ട് ട്രൈയിങ് ടു ഡു അല്ലേ? വാട്ട് ഡു യു തിങ്ക്? ഐ വോണ്ട് യുവർ പോയിന്റ്സ് അബൌട്ട് ദിസ്, and if I missed anything you can add that. This is what I'm seeing like a major thing, and I want to know your thoughts on this. So that's it for today. Bye bye, good night.